വെള്ളം കൂടുവോ? പിടിച്ചോ. Hello guys. നോക്കിട്ട് വരൂ ഗൈസ്. പുഴയ്ക്കൽ കടവ് മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലം. പാലക്കാട് നിന്ന് മണ്ണാർക്കാട് വരെ എല്ലാ ജനങ്ങളും തന്നെ മീൻ പിടിക്കുന്ന സ്ഥലം. ഞാൻ മുതലമട പുഴന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഒരു 20 വർഷം മുൻപ് താൽക്കാലിക തടയണ നിർമ്മിച്ചിട്ടുണ്ട്. താൽക്കാലിക തടയണ ഇവിടെ നിർമ്മിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലൂയിസ് എന്താണ് ബ്ലോക്ക് ആയിരിക്കുന്നത്? ഇതെന്താ ഫ്ലൂയിസ് ഇത് ക്ലീൻ ആക്കായിരുന്നില്ലേ? യുവർസാണോ ഫ്രെയിം കത്താണോ? അല്ല ഓക്കെ അല്ല ഫ്രെയിം കത്താണോ? ഫ്രെയിം കത്താണോ? തുറക്കാൻ വെച്ചോ. ആ ആ ആ ആ. നമസ്കാരം, എൻ്റെ പേര് കിഷോർ. അത് കട്ടിയില്ലേ? നമസ്കാരം, എൻ്റെ പേര് കിഷോർ. എൻ്റെ വീട് പാലക്കാടാണ്. ചിറ്റൂർ വണ്ടിത്താവളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അയ്യപ്പൻകാവ് എന്ന സ്ഥലത്താണ് ഞാനവിടെ വന്നിരിക്കുന്നത്. കൊച്ചു മീൻപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് പാലക്കാട് ലുലു മാളിൽ വർക്ക് ചെയ്യാണ്, ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനവിടെ വന്നിരിക്കുന്നത് ഒരു ഒഴിവ് സമയം കിട്ടിയപ്പം ഇന്ന് എനിക്ക് ലീവാണ്. അപ്പം ഞാൻ ഒഴിവ് സമയമായിട്ട് വന്നിരിക്കുന്നത് മീൻപിടുത്തത്തിന് ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം വേണ്ട ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വൈബാണ്, ഒരു നല്ലൊരു ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പം. മീൻപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. കിട്ടുന്നില്ല ഒന്നും കഥ. നല്ലൊരു ഫീലാണ് ഇവിടെ വന്ന് കാലാവസ്ഥ. നമുക്ക് തന്നെ കുളിക്കാൻ പറ്റാത്തവർക്ക് കുളിക്കാൻ പറ്റുന്നൊരു ഫീലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കുളിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇവിടെ വന്ന് കുളിക്കാൻ തോന്നും. ഈ ഒരു അവസ്ഥ, ഒരു കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ. വളരെ ഒരു ഫീലാണ് ഇവിടുത്തെ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് വരികയാണെങ്കിൽ ഈ അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടെ നടക്കുന്നത്. ഐ എം സോ ഹാപ്പി ഇവിടെ വന്നിരിക്കുന്നതിൽ. ഐ എം സോ ഹാപ്പി. ഒരിക്കലും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഇവിടെ നടക്കുന്നത്. ഐ എം സോ ഹാപ്പി. ദാറ്റ്സ് ഓൾ. വേറെ നീ പറയടാ. പിന്നെ ഇവിടെ എൻ്റെ പേര് സെല്ലൂസാണ്. ആദ്യം ഞാൻ അതൊക്കെ പറ്റി സംസാരിക്കുന്നത് നിങ്ങളുടെ പേര് സ്ഥലവും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ്. എൻ്റെ പേര് സെൽവനാണ്. വീട് ഇവിടെ കണ്ണാടി ഉള്ളുമാള് ഇറക്കേണ്ടത്. കുറച്ച് വിക്കലുണ്ട്, അതുകാരം എല്ലാവരും ക്ഷമിക്കണം. ഞാൻ പറയണത് വെച്ചാൽ നമ്മൾക്ക് ഈ നമ്മൾ എപ്പോഴും പേര് ഇവിടെ വൈബ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മീൻ പിടിക്കുന്നു, അങ്ങനെ കുറച്ച് സന്തോഷങ്ങൾ ഇങ്ങനെ തേടി പോകുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. ദിസ് ഈസ് വിഷ്ണു. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയാം.
ഇതാണ് വിഷ്ണു. ഇത് വിഷ്ണു ഹോട്ട് ഫുഡ് സെക്ഷനിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കൗണ്ടർ സ്റ്റാഫാണ്. ഇറ്റ്സ് എ ഗുഡ് സെയിൽസ്മാൻ. അത് മാത്രം പറയാനുള്ളൂ. ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന പുള്ളിക്കാരനാണ്. കാരണം ഞാൻ മണിത്താളംകാരനാണ്. പക്ഷെ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നത് ഈ പുള്ളിക്കാരനുമാണ്. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാനുള്ള എനിക്കൊരു അനുഭവം ഉണ്ടാക്കിയത് ഇവർ രണ്ടുപേരുമാണ്. അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവർ രണ്ടുപേരും ഞാൻ എപ്പോഴെങ്കിലും വരുന്നു മൂപ്പരാണ്. അങ്ങനെ എല്ലാവരും പോയി കറങ്ങി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകും. ഇപ്പോൾ അവിടെ പോയി ഉണ്ടാണ്ടിരിക്കാം, മീൻ പിടിക്കാം എന്ന സ്ഥിതിക്ക് വിളിച്ചിട്ട് വന്നത്. ഇവർ രണ്ടുപേരും തോട്ടി അവിടെ ഉണ്ടായിരുന്നു. തോട്ടി ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇത്ര നേരമായിട്ട് ഒരു മീനും കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയില്ല. അതാ അല്ല മൈക്കുണ്ട. ഒരിക്കലും ഇത്ര നേരമായിട്ട് നമുക്കൊരു മീനും കിട്ടിയിട്ടില്ല. കാരണം ഇത്ര ഒഴുക്കായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും മീൻ കിട്ടാത്തത്. പക്ഷെ ഒരു പ്രാവശ്യം കിട്ടിയ, പക്ഷെ ഒരു പ്രാവശ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ഒഴുക്ക് കാരണം നമുക്കത് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഒരുപാട് പേര് ഇവിടെ മീൻ പിടിക്കാൻ വരുന്നതാണ്. അല്ല അവരെടുത്തോളൂ, കുഴപ്പമില്ല. മലപ്പുറത്ത് അല്ല, അത് നമ്മുടെ പാലക്കാട് ജില്ല. മലപ്പുറത്ത് നിന്നും എല്ലാവരും നിന്ന് ഈ ഒരുപാട് സ്ഥലങ്ങളിലാണ് എല്ലാവരും മീൻ പിടിക്കാൻ വരാറുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ മീൻ പിടിക്കാൻ വരാറില്ലേ? അത്രേ ഉള്ളൂ പരിപാടി. നല്ല അത്ഭുതമായ വൈബാണ്. പരിചയപ്പെടുത്തു. ഹൈസ്കൂള് അടാ മൈക്കടത്. ഇത്രയും ഞങ്ങൾ ദൂരത്തുനിന്ന് ഒരു മിനിറ്റ്. മെയിനായിട്ടൊരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. മെയിനായിട്ടൊരു കാര്യം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ വരവും കാത്തു നിന്ന് ഞങ്ങളെ ഇത്രയും വീഡിയോ എടുത്ത് ഞങ്ങൾ സഹായിച്ച് വന്ന് ഇവിടെ എത്തിയിട്ട് നമ്മൾ വീഡിയോ എടുത്ത ഈ ചേട്ടന് വളരെ നന്ദിയുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ എല്ലാം സഹായിച്ചിരിക്കും. ആ ഒരു വീഡിയോ അത് അതുകൊണ്ടാണ് അത് പോയി തിരിച്ചു പോകുമ്പോൾ ചേട്ടനെ ഞങ്ങൾ സഹായിച്ചിരിക്കും. തിരിച്ച് അവിടെ എത്തുന്നവരെ നമ്മൾ ചേട്ടൻ അവിടെ പോയിന്ന് ഉറപ്പ് വെച്ചതിന് ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു വരും. പുഴയുടെ കാര്യം പറയുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച പറയുന്ന ആൾക്കാർ. ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് ആരും ഈ കാക്കരപ്പുഴ നശിപ്പിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ദിവസങ്ങളായി ഈ ഞങ്ങൾ കത്ത് പൊങ്ങുകയാണ്. കുറച്ച് ചിക്കനുണ്ട്, എല്ലാം ചെമിക്കന് ഇങ്ങനെ പൊങ്ങുകയാണ്. അത് ദയവ് ചെയ്ത് ആരും പ്ലാസ്റ്റിക് മാലിന്യം അങ്ങനെ സംഭവങ്ങളാരും ദയവ് ചെയ്ത് പുഴയെ കൊണ്ട് വളരരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും അമിതമായി മദ്യപിച്ച് ഒരിക്കലും ഈ ഒരു വഴി കൂടെ വരരുത്. കാരണം ചിലപ്പം വഴുതി വീഴാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും കൈ കോർത്ത് വന്നിരിക്കുന്നത്. ഒരിക്കലും വഴുതി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും അമിതമായി മദ്യപിച്ച് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായി മദ്യപിച്ച് വരുമ്പോഴേ ചിലപ്പോൾ ചിലപ്പോൾ മൈൻഡ് മാറിപ്പോകും. ചിലപ്പോൾ നമുക്ക് വഴുക്കലൊന്നും അറിയത്തില്ല. വീട് കഴിയുമ്പോൾ നമുക്ക് അറിയത്തില്ല. ചിലവർ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുപ്പിച്ചില്ല അങ്ങനെയുള്ള സംഭവങ്ങളാണ് കുപ്പിച്ച് വീഴാറുണ്ട്. ഇത് മീൻ പിടിക്കുന്നവരും കുളിക്കാൻ വേണ്ടി ചാടുന്നവർക്കും കാലിലും കയ്യിലൊക്കെയാണ് കുപ്പിക്കുന്നത്. ദയവ് അങ്ങനെ ആരും നമ്മുടെ ഈ പുഴയെ നശിപ്പിക്കരുത്. അത് പറയാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഈ പുഴ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ഈ പുഴയെ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ഇത് പ്രകൃതിപരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് പ്രകൃതി വിരുദ്ധമായി ഒരിക്കലും പ്രയോഗിക്കരുത്. ഇത് മാത്രമുള്ളൂ പറയാം. ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ജലം, ശുദ്ധമായ ജലം അത് പുഴയാണ്. കാരണം നമ്മൾ കടയിൽ വാങ്ങുന്ന നല്ല അടിപൊളി വെള്ളമാണ് നമ്മുടെ ഈ പുഴയിൽ കിട്ടുന്നത്. ദയവച്ചത് ഇതാരും നശിപ്പിക്കരുത്. അതേ പറയാൻ പറ്റുള്ളൂ. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ചിലവരും നമ്മുടെ മനുഷ്യാവശിഷ്ടം വരെ ഇതിൽ ഒഴുക്കി കളയാവുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യാവശിഷ്ടം വരെ ഈ വെള്ളത്തിൽ ഒഴുക്കി കളയുന്ന ആൾക്കാർ വരെയുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ പാടില്ല. ശരിക്കും ഒരു ഭംഗിയെ നമുക്ക് ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അതിനെ എന്താ പറയില്ല, അതന്നെ ഒരു ഇതാക്കാൻ പാടില്ല, മലിനമാക്കാൻ പാടില്ല. നമ്മളെ മനുഷ്യാവശിഷ്ടം വരെ നമ്മൾ പുഴയിൽ ഒഴുക്കി കളയും, ഇല്ലെങ്കിൽ ചാലിൽ ഒഴുക്കി കളയും ചെയ്യുന്ന പരിപാടിയുണ്ട്. അതൊരിക്കലും പാടില്ല. അതൊക്കെ ഭയങ്കര മോശമാണ്.
നമ്മൾ ആസ്വദിച്ച് കുളിക്കുക, അല്ലെങ്കിൽ മീൻപിടുത്തം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇത്രയായിട്ടൊരു മീൻ കൊത്തിയിട്ടില്ല, ഇട്ടിട്ടില്ല. അവിടെ ഇട്ടിട്ടില്ല, നമ്മൾ കൊത്താത്തോടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുക. മണ്ണിര, പിന്നെ കോഴിയുടെ കുടലില്ലേ, കുടല നമ്മൾ ഉപയോഗിക്കും. പിന്നെ അതേപോലെ കോഴിയുടെ വേസ്റ്റ്, പിന്നെ മൈദാമാവില്ലേ, മൈദാമാവ് നമ്മൾ ഉപയോഗിക്കും. അങ്ങനത്തുള്ള കാര്യങ്ങൾ അതായത് ഇരയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറ്. ബാക്കിയുള്ളവർ എങ്ങനെ ഉപയോഗിക്കും നമുക്കറിയില്ല. നമ്മൾ ഈ 3 കാര്യങ്ങളാണ്. മീൻ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ചൂണ്ടയിട്ടിട്ടുണ്ട്. നമ്മൾ ഞാഞ്ഞൂളില്ലേ, നമ്മൾ എര എന്നാ പറയാറ്. ഞാഞ്ഞൂൾ ഒരിക്കലും പറയാറില്ല, എര എന്നാ പറയാറ്. ആ എര അത് ഉപയോഗിച്ചാണ് നമ്മൾ ഉപയോഗിക്കാറ് എപ്പോഴും. എനിക്കൊരു പുതുമയാണ്, കാരണം ഞാൻ മണിത്താളം കാരനാണ്. എനിക്കൊരു പുതുമ എന്ന് പറഞ്ഞാൽ ഈ കോഴിയുടെ കുടൽ, അതേപോലെ മൈദാമാവ്, ഇതൊക്കെ എനിക്കൊരു പുതുമയാണ്. കാരണം ഞാൻ മീൻ പിടിക്കാൻ ഉപയോഗിക്കാറുള്ളത് ഞാഞ്ഞൂൾ മാത്രമാണ്. ഇതെനിക്കൊരു പുതുമയാണ്. ഈ 2 കാര്യങ്ങൾ എനിക്കൊരു പുതുമയാണ്. ഇതുവരെയായിട്ട് ഞാൻ ഈ ഒരു പുതുമ ഞാൻ ഒരിക്കലും എന്താ പറയുക ഇൻവോൾവ് ആയിട്ടില്ല. എനിക്കിപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. എടുക്കട്ടെ ഇവിടെ ഇട്ട് ഉറപ്പായിട്ടോ കിട്ടി. ഒഴുക്കില്ലാട്ടാ, ഇവിടെ ഒഴുക്കില്ലാട്ടോ, ഇവിടെ കറക്റ്റാട്ടോ, ഇവിടെ കറക്റ്റാണ്. ഇഷ്ടോട്ടോ, പിടിക്കണോ, വയറിലാവണോ? പോയിന് വെച്ചിട്ടേ വഹിക്കുന്നുട്ടോ, നമ്മളെ പറയണെല്ലാം കേൾക്കുവേ. ഈ പുഴ നല്ല എണ്ണ ഇവിടെ നന്നായി ഉണ്ടോ? പക്ഷെ അവിടെ ഒന്ന് മീൻ കിട്ടാനായിട്ടോ, ആളുണ്ടോ ഇവിടെ? ഇവിടെ ഒഴുക്കില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവന്മാരെ കിട്ടുന്നുണ്ട്. ചൂണ്ടിയും കൂടെ ഒരുമിച്ച് ആക്കാണ്ടിരുന്നാൽ മതി. ദയവ് ചെയ്ത് ആരും മൈദാമാവ് കിട്ടിയാ എടുത്താ? ഒരു കൊത്തല പോലും ഇല്ലെന്ന് തോന്നുന്നു. മറ്റേ ചോട്ടാ മുമ്പിൽ ഡയലോഗ് പറയേണ്ടതില്ലല്ലോ. കിട്ടിയോ? വാങ്ങ മക്കളെ വാങ്ങ. അയ്യോ തെറി പറയില്ലേട്ടോ, മൈക്കുള്ളവന് തെറി പറയില്ലേ. ഇവിടെ ഒരു കൊത്തല് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ മീൻ കൊത്തൽ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഗൈസ്? ഇവിടെ കൂടുതലും മണങ്ങ, ആരല്, സിലോപ്പിയ, ഞാനും ശരിവനും കൂടെ മീൻ പിടിക്കണം ഗൈസ്. പിന്നെ കുറച്ച് അപ്പുറം പോയാൽ മുങ്ങിച്ചാവും, അത്രേ ഉള്ളൂ. നീ അവിടെ എത്തുമ്പോഴേക്കും മുങ്ങിച്ചാവും. അപ്പുറം പോയാൽ പിന്നെ ആക്കര പോവാ, കട്ട്ല, വാള അങ്ങനെ സംഭവങ്ങൾ മാത്രം. ഹലോ, ശരി. Guys, guys, half a million guys. I think they can check out. എല്ലാം കിട്ടിയില്ലെങ്കിൽ ചെറിയ ക്ലിപ്പെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ. എല്ലാം കിട്ടിയില്ലെങ്കിൽ ഇത്തിരി ചെറിയ ക്ലിപ്പെങ്കിലും കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ എപ്പിസോഡ് കഴിയുകയാണ്. എപ്പിസോഡ് ഒരിക്കലും കഴിയുന്നില്ല, തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മീൻ കിട്ടുന്നില്ല, അതാണ് ഇവിടുത്തെ ഏക പ്രശ്നം. ചേട്ടനെ ഭദ്രമായി അക്കരക്കടവിൽ എത്തിയതിനു ശേഷമേ ഞങ്ങൾ ഈ വീഡിയോ നിർത്തുകയുള്ളൂ. ദാറ്റ്സ് ഓൾ.
കത്തുന്നില്ല. എന്ത് അല്ല അവന്റെ 6 മണിയാണെങ്കിൽ വലിക്ക് പെട്ടെന്ന് വലിക്ക്, വെട്ടി വലിക്ക്. ഇത് ഞാൻ പറഞ്ഞ ഹൈറ്റും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ കീലി കറക്റ്റ് ആക്കണം. കീലി ഒന്നുകൂടെ കെട്ട്. പോയാലോ? ഏത്? ഓ ഇതിന്റെ പരിപാടിക്ക് മൊത്തമായിട്ട് ഫ്രെയിം എത്രയാണ്? എന്ത് ഫ്രീ? നിങ്ങൾ ഫ്രീസ്ലാൻഡിക്ക് വരും. ഫ്രീലാൻസ് ആയിട്ടാ? ഫ്രീസ്ലാൻഡിക്ക് പരിപാടിക്ക്. അപ്പോൾ വന്ന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് ഫ്രെയിം എടുക്കാൻ പറ്റും. നിങ്ങൾ വരുമോ? വരാം. നിങ്ങളുടെ ഫോൺ നമ്പർ തരും. ഓ തരാം. നമുക്ക് പോകുക. നമുക്കേ പോകുക. പോയ നടന്ന് പിന്നെ കൈ പിടിച്ച് നടന്നു പോകുന്ന നമുക്ക് വീഡിയോ എടുക്കാം. അതൊരു BGM കിട്ടാൻ സെറ്റായി. അപ്പോൾ വെച്ചിട്ട് വരും. ഇത് മറ്റേ ഫുട്ബോളിന്റെ ഗ്രൂപ്പിൽ ഇട്ടുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് കുഴപ്പമില്ല. അല്ല അതെ ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ കിട്ടോ കേട്ടോ. അല്ല അവർ പറയണത് അവർ ഗ്രൂപ്പിൽ നമ്മളല്ലല്ലോ ഗ്രൂപ്പിൽ. അറിയാത്തോ? ഓ പതുക്കെ പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കിയോ? പോട്ടെ. നല്ല ഒഴുക്കുണ്ട്.
ഇത് കുഴപ്പമില്ല.